അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയൊരു റിഗ്ഗാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും UPVC വെച്ചിട്ട് 15 ഇഞ്ച് ലെങ്ത് പൈപ്പ് 3x4 1 നമ്പർ, 9 ഇഞ്ച് ലെങ്ത് പൈപ്പ് 3x4 1 നമ്പർ, 6 ഇഞ്ച് ലെങ്ത് പൈപ്പ് 2 നമ്പർ, 4 ഇഞ്ച് ലെങ്ത് പൈപ്പ് 2 നമ്പർ, 90 ഡിഗ്രി ബെൻഡ് എൽബോ 4 നമ്പേഴ്സ്, T 1 number, end gap 3x4 1 inch 1 number, nut and bolts 3 numbers, rubber bands 6 numbers. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ റിഗ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് 9 ഇഞ്ച് ലെങ്ത് പൈപ്പ് 1 നമ്പർ എടുക്കാം. അതിൽ 90 ഡിഗ്രി എൽബോ രണ്ട് സൈഡിലായിട്ടും ഫിറ്റ് ചെയ്യാം. അതിപ്പോൾ ഫിറ്റ് ചെയ്തു. ഇനി 6 ഇഞ്ച് ലെങ്ത് പൈപ്പ് ഒരു സൈഡിൽ സെറ്റ് ചെയ്യാം. അടുത്ത സെയിം 6 ഇഞ്ച് ലെങ്ത് പൈപ്പ് നെക്സ്റ്റ് സൈഡിൽ ഫിറ്റ് ചെയ്യാം. അടുത്തത് 4 ഇഞ്ച് ലെങ്ത് പൈപ്പ് ഒരു എൽബോ ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. രണ്ട് എൽബോ നമ്മൾ ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ എൻഡിൽ 4 ഇഞ്ച് ലെങ്ത്തുള്ള പൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് T ജോയിൻ്റ് എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഈ 4 ഇഞ്ച് പൈപ്പ് രണ്ടെണ്ണം അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഫിറ്റ് ചെയ്തിട്ട് നേരെ അതിനകത്തേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് തിരിച്ച് നേരെ ആക്കി കൊടുക്കാം. ഇപ്പോൾ അത്രയും ശരിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സെൻട്രലായിട്ടൊരു താഴത്തെ പൈപ്പിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. ആ ബോൾട്ട് എന്തിനാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആ ബോൾട്ട് അവിടെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി അവിടെ നമുക്ക് 1 ഇഞ്ച് എൻഡ് ഗ്യാപ്പ് ഉണ്ട്, 1 ഇഞ്ച് പൈപ്പിൻ്റെ എൻഡ് ഗ്യാപ്പ് ഉണ്ട്. അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് ഈ നെറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് എന്തിനാണ് ഫിറ്റ് ചെയ്തതെന്നുള്ള നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇപ്പോൾ ഏകദേശം സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 15 ഇഞ്ച് ലെങ്ത് 3x4 പൈപ്പ് അതെടുത്തിട്ട് അതിനകത്ത് നമ്മളുടെ ഒരു എൻഡ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ടീയിൽ അത് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഏകദേശം അതിൻ്റെ രൂപമായിട്ടുണ്ട്. ഇപ്പം നമുക്കത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ വേണം അത് വെക്കാനായിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഹാൻഡിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ രീതിയിൽ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫോൺ ഹോൾഡറാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് ഒരു പൈപ്പിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3x4 പൈപ്പിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 3x4 ചെറുതായിട്ടൊരു ഹോൾ ഇട്ടിട്ട് അത് നീട്ടി എടുത്തിട്ടുണ്ട്, നീളം ഇട്ടിട്ട്.
മറ്റേ 1 ഇഞ്ചിൽ നമുക്ക് ചെറിയൊരു ഹോൾ മാത്രം ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ അകത്ത് കിടന്നിട്ടിങ്ങനെ ഓപ്പൺ ക്ലോസ് ആയിക്കൊണ്ടിരിക്കും, അങ്ങനത്തെ രീതിയിൽ. അതിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്, നമുക്ക് കാണാൻ പറ്റും. ഞാൻ 3x4 പൈപ്പിൽ നമ്മൾ എൻഡ് ക്യാപ്പ് സെറ്റ് ചെയ്തു. ഇത് നമ്മളുണ്ടാക്കുന്നത് നമുക്ക് ലാസ്റ്റ് ടൈമിൽ വ്യക്തമായിട്ട് നമുക്ക് ചെയ്യാം. ഇനി അടുത്ത വർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് സാറ്റിൻ പെയിൻറ്റ് നമുക്ക് ചെയ്ത് കൊടുക്കാം അതിനകത്ത്. അപ്പോൾ കാണാനൊരു ലുക്ക് വരും. ആ പെയിൻറ്റ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് അതിനകത്തേക്ക് സ്പ്രേ ചെയ്യാം. നമ്മുടെ റിഗ് ഫുള്ളായിട്ട് നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മളുടെ ഫോൺ ഹോൾഡർ ഉണ്ടാക്കാനായിട്ടുള്ള പീസ് എടുത്തിരിക്കുന്നത്. ഒന്ന് 3x4 ഒരു UPVCയുടെ ചെറിയ പീസും, ഒരെണ്ണം 1 ഇഞ്ച് സാധാ PVCയുടെ ഒരു പീസ്. അപ്പോൾ ഈ UPVCയുടെ പൊക്കത്താണ് നമ്മളിപ്പോൾ എൻഡ് ക്യാപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഈ PVCയുടെ അതിനകത്ത് ഇങ്ങനെ ജോയിൻ ആയിട്ടിരിക്കും, കണ്ടോ? അപ്പോൾ അതിൻ്റെ സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പൈപ്പിൻ്റെ സൈഡ് നമ്മളിങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ UPVCയുടെ അറ്റത്തായിട്ട് ആ നെട്ടും ബോൾട്ടും ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആ നെട്ടിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് നമുക്ക് റബ്ബർ ബാൻഡ്, ഒരു 4 റബ്ബർ ബാൻഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ടെൻഷൻ എന്തോരം വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് റബ്ബർ ബാൻഡ് ഇട്ടാൽ മതി. അപ്പോൾ റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനെ കൂടി. നമ്മുടെ ഫോൺ അതിനകത്ത് ഹോൾഡ് ചെയ്ത് നിൽക്കാനായിട്ട് എത്രത്തോളം ബലം അതിന് വേണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ. കൂടുതൽ റബ്ബർ ബാൻഡ് ഇടേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ അതിന് നമുക്ക് ആ ഒരു സൈഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത പീസ് എടുത്തിട്ട് അതിനകത്തൊരു നെട്ടും ബോൾട്ടും ഇടാൻ പോവാണ്. ആ നെട്ടും ബോൾട്ടും അതിനകത്ത് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ ഇട്ട റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇതിനകത്തേക്ക് വലിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ട നെട്ടും ബോൾട്ടിലേക്ക് വലിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുടെ സംഗതി റെഡി ആയിട്ടുണ്ട്. ഫോൺ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി കൂടി പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ റിഗിലേക്ക് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മളൊരു എൻഡ് ക്യാപ്പ് സെറ്റ് ചെയ്തത് ആദ്യമേ, അതിനകത്തേക്ക് നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം അത്. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫോണൊന്ന് വെച്ച് നോക്കാം. ശരി, ഇപ്പോൾ നമ്മുടെ ഫോണ് നന്നായിട്ട് ഇരിപ്പുണ്ട് അതിനകത്ത്.
നമ്മുടെ ഫോൺ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോൺ ഹോൾഡർ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മളുണ്ടാക്കിയ റിഗ് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നമ്മൾ ഫോൺ സെറ്റ് ചെയ്യാനകത്ത് ഇപ്പോൾ ഫോൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ മൈക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു കഷ്ണം ഞാനവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമ്മളുടെ ബോയ MM1 എന്ന് പറയുന്ന മൈക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബോയ MM1നെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ആ മൈക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കിയാൽ മതി, അതിനകത്ത് ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബോയ MM1 കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിത് എങ്ങനെയൊക്കെയാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. നമുക്ക് സ്ട്രെയിറ്റ് നമുക്ക് പിടിച്ചിട്ട് ഈ രീതിയിൽ നമ്മളുടെ PVCയുടെ ഒരറ്റം നമ്മൾ ഷോൾഡറിൽ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി താഴത്തോട്ടാക്കിയിട്ട് ചെസ്റ്റിൽ ഹോൾഡ് ചെയ്തിട്ട് സ്റ്റേബിളായിട്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് താഴത്തെ ഷോട്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പതിക്കെ നമ്മളുടെ നീളമുള്ള ഹാൻഡിൽ ഒന്ന് നിവർത്തി നേരെ വെച്ചിട്ട് താഴത്തേക്ക് തൂക്കി പിടിച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ തിരിച്ച് പിടിച്ചിട്ടാണെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ പല വിവിധ രീതിയിൽ നമുക്ക് ഈ റിഗ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഫോൺ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. നല്ല സ്റ്റേബിളായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ റിഗ് വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ട, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ റിഗ് നമുക്ക് പിടിച്ച് യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോ കിട്ടണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ ഇതേപോലെ നിസ്സാര ചിലവിൽ 100 രൂപ താഴത്തുള്ള ചിലവിൽ നമുക്ക് ഈ റിഗ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഒരു റിഗ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 10, 700, 800 രൂപയൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഒരെണ്ണം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ലൈറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ ഇട്ടിട്ട് ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്ലാഷ് ലൈറ്റ്. ശരി, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഇനി ഒരുപാട് വീഡിയോസ് ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ അത് സമയത്ത് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ മതി. എന്നാൽ അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.